ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമേറിയ നല്ല പ്രഭാതത്തെങ്കിൽ നമുക്ക് പ്രത്യാശയോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൂടി വരുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. വെളിപ്പാട് പ്രവചന പുസ്തകത്തെ അത്ഭുതമേറിയ മഹാദാർശനികമായ ചിന്തകളും കാഴ്ചകളുമാണ് നാം ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ഇന്ന് പ്രഭാതത്തെങ്കിൽ പീഡനത്തിൻ്റെ നടുവിലെ ഉറപ്പ് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്മുർണയിലെ സഭയുടെ ദൂതനെഴുതുന്ന അനുഭവം, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. തെക്ക് പടിഞ്ഞാറൻ തുർക്കിയിലെ പുരാതനമായ നഗരമായ സ്മുർണയെക്കുറിച്ച് ഉള്ളതായ ഒരു അനുഭവമാണ്. 7 സഭകൾക്ക് നൽകുന്നതായ ദൂതില് ഒരു തരത്തിലുമുള്ളതായ ഈ പറയുന്നതായ ഒരു ശാസനയും പ്രാപിക്കാത്ത 2 സഭകളിൽ ഒന്നായിട്ട് സ്മുർണ സഭയെ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ കാലത്ത് അനേക മതപരിവർത്തനങ്ങൾ നടന്ന കാലഘട്ടത്തിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ കോട്ടയായി കാണപ്പെട്ടതായ സ്മുർണ സഭയെക്കുറിച്ച് ഉള്ളതായ അനുഭവം. ഈ സഭയെക്കുറിച്ച് യേശു ക്രിസ്തുവിന് ഒരു രീതിയിലുമുള്ള ശാസന നൽകുവണ്ണക്കവണ്ണം കഴിയാത്ത സാഹചര്യത്തിൽ അവര് കഠിനമേറിയ മതപീഡനങ്ങളുടെ നടുവിലും അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി കാണപ്പെട്ട പ്രത്യാശയുടെ അനുഭവം. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഈ സ്മിർണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മിർ എന്ന പദത്തിൽ നിന്നാണ് വന്നത്. മിർ എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് കൈപ്പേറിയ സാധുള്ള ഒരു മരപ്പശയോടുകൂടിയാണ് അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, AD 100 മുതൽ 325 കാലഘട്ടം വരെയുള്ളതായ ദൈവസഭയെക്കുറിച്ചാണ് സ്മിർണ സഭ അവിടെ പരാമർശിക്കുന്നത്. കഠിനമേറിയ പീഡനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലകൊണ്ടവർ, ക്രിസ്തുവിൻ്റെ പ്രത്യാശയോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗോന്മമായ ജീവിതത്തിൽ പകർത്തിയവർക്ക് അവർ ഏർപ്പെട്ടതായ കഠിനമായ പീഡനങ്ങൾ, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലകൊണ്ട ഒരു കൂട്ടം പ്രത്യാശയുള്ളതായ ജനം അവർ തിങ്ങിപ്പാർത്തുകൊണ്ട് തങ്ങളുടെ കർത്താവിന് വേണ്ടി അവർ നോക്കിപ്പാർക്കുകയും വിശ്വസ്തയോടുകൂടെ സാക്ഷികളായി നിൽക്കുവാൻ വിളിക്കപ്പെട്ട ഒരു വലിയ സമൂഹം. ദൈവത്തിന് സ്തോത്രം. അവർ ഏറ്റവും ഉചിതമായി ചിന്തിക്കുമ്പോൾ ക്രിസ്തു തൻ്റെ മരണം, തൻ്റെ പീഡനം, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, തൻ്റെ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ഒക്കെയും അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചതായ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ മനസ്സിലാക്കി. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടി ഉയർപ്പിക്കും, നിങ്ങളോടുകൂടി തിരുസന്നിധിയിൽ നിർത്തും എന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ക്രിസ്തു തങ്ങളുടെ സാക്ഷിയായി, ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി തൻ്റെ ജീവൻ നൽകിയ സാഹചര്യത്തിൽ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിൽ മരിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയിൽ അവർ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസത്തിന് ഉടമകളാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള, ഇവിടെ നാം പരിശോധിക്കുമ്പോൾ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവിടെ നിർത്തും എന്നതിൽ അവർ പരിപൂർണത കാണിച്ച ഒരു വിശ്വാസ സമൂഹം എന്ന് കാണാൻ സാധിക്കും. ആദ്യനും അന്ത്യനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യ ഫലമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ദൗത്യ പൂർത്തീകരണം ചെയ്തു. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ സാക്ഷീകരണത്തോടുകൂടി വസിച്ചതായ ജനം കഠിനമായ പീഡനങ്ങൾ, ആംഫി തിയേറ്ററുകളിലൊക്കെയും അവർ ഏർപ്പെട്ടതായ കഠിനമായ പീഡനങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികളായി നിന്നായ സഭ. അതുകൊണ്ടാണ് ഈ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവിന് ആ സഭയെക്കുറിച്ച് ഒരു ശാസനയും പറയുവാനൊക്കെ കഴിഞ്ഞില്ല. കാരണം അവർ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിച്ചവനായിരുന്നു. യേശു ക്രിസ്തുവിനെ പൂർണ്ണ സാക്ഷികളായി നിലകൊണ്ടതായ ഒരു വിഭാഗം. അതങ്ങനെ നിൽക്കുക എന്നുള്ളത് ആ ക്രിസ്തുവിന്മേലുള്ള വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തെങ്കിലും ആ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞാൻ നിങ്ങളും വചനമെന്ന ആത്മാവിനാൽ, വചനമെന്ന വിത്തിന്മേൽ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് നിൽക്കുവാൻ സർവ്വവല്ലഭനായ ദൈവം നമ്മെ ഒക്കെയും ആ സ്മുർണയിലെ സഭയെപ്പോലെ വിശ്വസ്ത സാക്ഷികളായി നിൽക്കുവാൻ സർവ്വവല്ലഭൻ ആ സ്വർഗീയ കടാക്ഷം നമുക്ക് നൽകട്ടെ എന്ന് പ്രത്യാശയുണ്ട്. എളിയ വാക്കിൽ നിന്ന് വിരമിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അവിടുത്തെ നിർമ്മല സ്നേഹത്തിനായി സ്തോത്രം. പല ദേശങ്ങളായിരുന്നു ഞങ്ങൾ അങ്ങയുടെ നാമത്തെങ്കിൽ സ്മരണ സഭയെക്കുറിച്ച്, ആദ്യനും അന്ത്യനുമായ ക്രിസ്തുവിനെ കുറിച്ച് അവർ ക്രിസ്തുവിനെ രുചിച്ചറിയുകയും അതിലെ സാക്ഷികളായി നിലകൊണ്ടതുപോലെ ഞങ്ങളും ആ ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സർവ്വവല്ലഭനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും അവിടുത്തെ മഹാദൈവം മൂലം കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.